കണ്ണൂർ പയ്യന്നൂരിൽ മുൻ MLA TI മധുസൂദനെതിരെ പോസ്റ്റർ. രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പോസ്റ്ററിൽ ആവശ്യപ്പെടുന്നത്. സേഫ് CPIMന്റെ പേരിലാണ് പോസ്റ്റർ. വിശദാംശങ്ങളുമായി നിഖിൽ ചേരുന്നുണ്ട്. നിഖിൽ, ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഒരു നിശബ്ദതയുണ്ടായി. പക്ഷേ സ്വാഭാവികമായും കണ്ണൂർ CPIMൽ പ്രത്യേകിച്ച് പയ്യന്നൂരിലൊക്കെ പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിരുന്നു. ഇപ്പോൾ ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ട സാഹചര്യം എന്താണ്? ഏതായാലും ഈ പരസ്യമായുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഈ സോഷ്യൽ മീഡിയകളിലും അല്ലാതെ പാർട്ടി പ്രവർത്തകർക്കിടയിലും വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നിരന്തരം ഉണ്ടായിരുന്നു. അതിപ്പോൾ പരസ്യമായി വരുന്നു എന്നുള്ളതാണ്. പ്രധാനമായും രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ഇപ്പോൾ വലിയ വിമർശനം ഈ സേവ് CPIM എന്ന പേരിൽ ഉൾപ്പെടെ ഉയരുന്നത്. രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ച ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. മറ്റൊന്ന്, കണക്ക് ജനങ്ങളോട് പറയണം എന്നൊരാവശ്യമാണ് ഈ സേവ് CPIM എന്ന പേരിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ട് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. നമുക്കറിയുന്നത് പോലെ നേരത്തെ CPIMന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞിരുന്നത് ഈ കണക്ക് പാർട്ടി അണികളോട് പറഞ്ഞാൽ മതി, ജനങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ പാർട്ടി പ്രവർത്തകർ എന്ന് പറയുന്ന ആളുകൾ തന്നെ ഈ പോസ്റ്ററുകളിലൂടെ ആവശ്യപ്പെടുന്നത് ജനങ്ങളോട് തന്നെ ഈ കണക്ക് പറയണം എന്നുള്ളതാണ്. ഏതായാലും TI മധുസൂദനെതിരെ ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഒരു വശത്ത് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതേസമയം തന്നെ ഈ TI മധുസൂദനെതിരെ നിൽക്കുന്നു പാർട്ടിക്കകത്ത് എന്ന് കരുതുന്ന ആളുകൾക്കെതിരെ മറ്റു തരത്തിലുള്ള പ്രചരണങ്ങൾ കൂടി പയ്യന്നൂരിൽ സജീവമാണ്. അത് പ്രധാനമായും TI മധുസൂദനെ പരാജയപ്പെടുത്താൻ V കുഞ്ഞികൃഷ്ണന് പിന്തുണ നൽകി എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നത്. ഏതായാലും പയ്യന്നൂരിലെ CPIMനകത്ത് വലിയ തർക്കങ്ങളിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. രണ്ട് ചേരിയായി തന്നെ പരസ്യമായി ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിലേക്ക് അവിടെ കാര്യങ്ങൾ പോയിട്ടുണ്ട്. റൈറ്റ്.